ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സപ്ലൈകോയ്ക്ക് കീഴിലും DTPCയിലും ഫിഷറീസ് വകുപ്പിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം സപ്ലൈകോയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന് കീഴിൽ കോന്നിയിൽ പ്രവർത്തിക്കുന്ന CFRD ഫുഡ് ക്വാളിറ്റി മോണിറ്ററിംഗ് ലബോറട്ടറിയിലെ കെമിക്കൽ വിഭാഗത്തിലേക്ക് ജൂനിയർ അനലിസ്റ്റ്, സീനിയർ അനലിസ്റ്റുമാരെ നിയമിക്കുന്നുണ്ട്. ഒരു വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. സീനിയർ അനലിസ്റ്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് 50% മാർക്കിൽ കുറയാതെ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവും ഫുഡ് അനാലിസിസ് ലബോറട്ടറിയിൽ അനലിസ്റ്റായി 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ്. NABL അക്രഡിറ്റേഷൻ ലാബിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രതിമാസം 25,000 രൂപയാണ് വേതനം ലഭിക്കുന്നത്. ജൂനിയർ അനലിസ്റ്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് കെമിസ്ട്രി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി വിഷയത്തിൽ 50% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദവും മോഡേൺ ഫുഡ് അനാലിസിസിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ്. പ്രതിമാസം വേതനം 15,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ വിഭാഗത്തിന് 500 രൂപയും SC/ST വിഭാഗത്തിന് 250 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഫെബ്രുവരി 15 വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: ദ ഡയറക്ടർ, CFRD, പെരിഞ്ഞോട്ടയ്ക്കൽ PO, കോന്നി, പത്തനംതിട്ട, കേരള. അപേക്ഷ കവറിന് പുറത്ത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിൻ്റെ പേര് എഴുതേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അടുത്തത് ഫിഷറീസ് വകുപ്പിന് കീഴിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ കേരള എന്ന സ്ഥാപനത്തിൻ്റെ വിവിധ യൂണിറ്റുകളിൽ 2 അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനായി CA ഇന്റർവ്യൂ യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിമാസം 40,000 രൂപയാണ് വേതനം നൽകുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സ്വയം സാക്ഷ്യപ്പെടുത്തിയ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം തപാൽ മാർഗമോ നേരിട്ടോ ADAK ഹെഡ് ഓഫീസിൽ ഫെബ്രുവരി 15-നകം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ, കേരള, ADAK, TC 29/31/26, റീജ, മിൻജിൻ റോഡ്, വഴുതക്കാട്, തിരുവനന്തപുരം 695014. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന റേഡിയോഗ്രാഫർ വിത്ത് MRIN CT എക്സ്പീരിയൻസ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 7-നാണ്. +2 ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന റേഡിയോളജിക്കൽ ടെക്നോളജിയിൽ ദ്വിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച തത്തുല്യമായ ഡിപ്ലോമ അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ച റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജിയിൽ ത്രിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച തത്തുല്യമായ ഡിപ്ലോമ അല്ലെങ്കിൽ BSc MRT ബിരുദവും അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതും കേരള സ്റ്റേറ്റ് പാരാമെഡിക്കൽ കൗൺസിലിൻ്റെയും ആറ്റോമിക് റെഗുലേറ്ററി ബോർഡിൻ്റെയും അംഗീകാരമുള്ളതുമായ തത്തുല്യ യോഗ്യതയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പും ബയോഡേറ്റയും സഹിതം രാവിലെ 11 മണിക്ക് ഇൻ്റർവ്യൂവിന് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആയുർവേദ ആശുപത്രി ഡിസ്പെൻസറികളിലേക്ക് ഫാർമസിസ്റ്റിന് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 5-ന് രാവിലെ 10:30-നാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി മലപ്പുറം ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികകളിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യത PGDC അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. അഭിമുഖം നടക്കുന്നത് ഫെബ്രുവരി 5-ന് രാവിലെ 10:30-നാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രിൻസിപ്പലിന് മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഇംഹാൻസിലേക്ക് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്.
യോഗ്യത വരുന്നത് ബാച്ചിലർ ഇൻ ഒക്കുപേഷണൽ തെറാപ്പിയാണ്. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷകൾ ഫെബ്രുവരി 10 വൈകിട്ട് 5 മണിക്കകം സൂപ്രണ്ട് ഇംഹാൻസ് മെഡിക്കൽ കോളേജ് PO 6730008 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.imhans.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. DTPCയുടെ കീഴിലുള്ള വിവിധ കേന്ദ്രങ്ങളിലേക്ക് ട്രെയിനികളെ നിയമിക്കുന്നുണ്ട്. +2 അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്ത പരിചയം അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈനിങ് അല്ലെങ്കിൽ ടൂറിസം അല്ലെങ്കിൽ ഫ്രീ ഓഫീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ജോലി പരിചയം തുടങ്ങിയവ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ബയോഡേറ്റ സഹിതമുള്ള അപേക്ഷ info@dtpccannur.com എന്ന ഇമെയിലിലേക്ക് ഫെബ്രുവരി 5 വൈകിട്ട് 5 മണിക്കകം അയക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.